നമസ്കാരം, എല്ലാവർക്കും ദ ടേസ്റ്റ് പവലിയനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറിയാണ്. അതിന് വേണ്ടി ആദ്യം ഒരു ക്യൂബ് പനീർ എടുക്കുക. അത് ചെറിയ ചെറിയ പീസാക്കി അരിയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സൈസാക്കാം. ഞങ്ങളിപ്പോൾ ചെറിയ ചെറിയ ക്യൂബായിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഇതേപോലെ. പിന്നെ വേണ്ടുന്നത് ഒരു വലിയ സവാള, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഈ ചെറിയ പീസായിട്ടാണ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ പേസ്റ്റ് ആക്കുക. ഇതേപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ. വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് മൊത്തം എടുക്കണ്ട, കുറച്ചെടുത്ത് പനീറിലേക്ക് ഇടുക. അതിന് ശേഷം പനീറിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ശേഷം അതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇടുന്നത് കുറച്ച് പെരുംജീരകം പൊടിച്ചതാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കാം. അതിന് ശേഷം അതിനുള്ളിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നെയ്യും ഒരുമിച്ചാണ് നമ്മളിത് പനീർ വറുക്കാൻ യൂസ് ചെയ്തേക്കുന്നത്. പനീർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെയ്തേക്കുന്നിട്ട് മൊത്തം കൂടി ഇട്ട് കൊടുക്കല്ലേ, കുറച്ച് കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്യാവൂ. ഞാൻ അറിയാണ്ടിട്ടപ്പോൾ മൊത്തം കൂടി ആയിപ്പോയാൽ ഇത്ര ഇടാവൂ. ഞാൻ ബാക്കി ഇടുന്ന പോലെ ഇടണ്ട, പണി കിട്ടും. പിന്നെ നമ്മളത് വറുത്ത് മാറ്റുക. വറുക്കാന്ന് വെച്ചാൽ ഈ ഒരു ഇച്ചിരി വറുത്തിട്ടിയാൽ മതി. ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയേക്കുന്ന പോലെ. പിന്നെ സെയിം പാൻ തന്നെ ചൂടാക്കാൻ വെക്കുക. ചൂടായി ഓൾറെഡി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നെയ്യും വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ മറ്റേ രുചിക്കൂട്ടുകളൊക്കെ ഇല്ലേ, കറുവപ്പട്ട, സ്റ്റാർ, ഗ്രാമ്പൂ, പിന്നെ ഏലക്കയ്ക്കുള്ളിലെ കുരു, അത് ഇത്രയും ആണിട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. നല്ലോണം അത് വഴറ്റി എടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം പച്ചമണം മാറി വരുന്നിടം വരെ വഴറ്റിയെടുക്കുക. നല്ലോണം വഴണ്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ട പെരുംജീരകം പൊടിച്ചത് തന്നെയാണ്. അതിൻ്റെ കൂടെ സാധാ ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി നല്ലോണം വേവുന്നിടം വരെ ഇളക്കി. എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇളക്കിയത്. കുറേ നേരം ഇങ്ങനെ ഇളക്കി ആ തക്കാളി വേവുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നീട് അതിനുള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് ആ തക്കാളി നല്ലോണം വേവിക്കുക, അല്ലെങ്കിൽ പീസായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കും. ഇതേപോലെ വെള്ളം ഒഴിച്ച് നല്ല ഗ്രേവി പോലെ ആക്കിയെടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ നല്ലോണം വെള്ളം ഒഴിച്ചോ. എനിക്കിവിടെ അത്ര ഗ്രേവി വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം മാത്രം എടുത്തേക്കുന്നത്. പിന്നീട് നമ്മൾ ആ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറി കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.